എൻ്റെ പേര് ബൈജു ദേവസി. ഞാൻ ചിറ്റിശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹത്തിന് ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് വർഷങ്ങളായി പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസിയ അഥവാ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാനതിന് മരുന്നൊക്കെ എടുത്ത് മരുന്ന് കഴിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇൻഫെക്ഷൻ വരികയും തുടർച്ചയായി 2 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ ബിജു ബേബിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അത് ഓപ്പറേഷൻ ചെയ്യണം, ഉടനെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഇവിടെ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ആശ്രം മെഡിസിറ്റിയിൽ ഒരു കൺസൾട്ടേഷൻ നടത്തി. അവിടെ ഡോക്ടർ സന്ദീപ് പ്രഭാകരനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഉടനെ തന്നെ അത് സർജറി ചെയ്യുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ നവംബർ 10-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ലേസർ സർജറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ബയോപ്സി നോർമൽ പ്രൊസീജിയറായ ബയോപ്സിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതുവരെ യാതൊരു വക പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ബയോപ്സി റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ബയോപ്സി റിപ്പോർട്ടിൽ അസിനാർ അഡിനോകാർസിനോമ എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ വളരെയധികം തകർന്നുപോയി. പെട്ടെന്ന് യാതൊരു പ്രതീക്ഷയില്ല. അതിന് മുന്നിലുള്ള സ്കാനിലോ ബ്ലഡ് റിപ്പോർട്ടിലോ യാതൊന്നിലും അങ്ങനെ എൻ്റെ ഒരു ലക്ഷണം പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ PSA എല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ട്യൂമർ എൻ്റെ ശരീരത്തിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ ഡോക്ടറോട് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, ഇത് ഫസ്റ്റ് സ്റ്റേജാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഇപ്പോൾ തൽക്കാലം ഒന്നും ആവശ്യമില്ല, അപ്പം ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങളതിന് ശേഷം ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. ഞാൻ അന്ന് ആദ്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നപ്പം അച്ഛനെ ഓർക്കുന്നുണ്ടാവും, ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ അതുവരെ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഞങ്ങൾ വന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇത് ഇനി നമുക്ക് തുടർ ചികിത്സ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു പെറ്റ് സ്കാൻ എടുക്കണം. അപ്പോൾ അതൊരു 6 ആഴ്ച കഴിഞ്ഞാൽ ശേഷം മാത്രമേ പെറ്റ് സ്കാൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം 6 ആഴ്ച കഴിഞ്ഞ് നമുക്ക് പെറ്റ് സ്കാൻ എടുത്തിട്ട് ഇത് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓൺകോളജിയും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ 6 ആഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ 6-ാം തീയതി പെറ്റ് സ്കാൻ എടുക്കാൻ പോകുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. തലേദിവസം വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല, റിപ്പോർട്ട് നെഗറ്റീവ് ആവും, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാൻ എടുത്തു. ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് വന്നു. പരിപൂർണമായി എൻ്റെ റിപ്പോർട്ട് നെഗറ്റീവാണ്. അച്ഛൻ പറഞ്ഞ പോലെ യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ ശരീരത്തിലിപ്പോൾ ക്യാൻസറിൻ്റെ യാതൊരു അംശങ്ങളുമില്ല. എന്നോട് 3 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് നടത്തണം, എൻ്റെ PSA ടെസ്റ്റ് വാല്യൂ നോക്കണം, പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് നാൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, നോർമൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൊക്കോ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഒരു മരുന്നോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാനാട്ടച്ചനും ജെറൂസലം ടീം അംഗങ്ങൾക്കും 1000 നന്ദി അറിയിക്കുകയാണ്.